ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച, ഇന്ന് വലിയ കുഴപ്പമില്ലാത്തൊരു ദിവസമൊന്നും പറയാൻ പറ്റില്ല, നല്ലതൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇന്നലെ ഞാൻ വോയിസ് ഓവറൊക്കെ കഴിഞ്ഞ് കിടന്ന് ഒരു പുലർച്ചെയായപ്പോൾ എനിക്ക് പെട്ടെന്നൊരു വിറയൽ വന്നു. അപ്പോൾ ആദ്യം ഞാൻ ഡാഡീനെ ഒന്നും വിളിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡാഡിയെ വിളിച്ചു. അവിടുന്ന് ഗുളികയൊക്കെ കഴിച്ച് പനിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഭയങ്കര ഷിവറിങ് ആയിരുന്നു. അങ്ങനെ അപ്പം തന്നെ ഡോക്ടറെ അടുത്ത് പോകാമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് നോക്കാം, കുറച്ച് കഴിഞ്ഞിട്ടാവാം, കുട്ടികളെ ഇന്നിപ്പോൾ വിളിക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഗുളികയൊക്കെ എടുത്ത് കഴിച്ച് നല്ല ചൂടുള്ള കാപ്പിയും കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. പിന്നെ രാവിലെ എണീറ്റപ്പോൾ അത്ര വലിയ പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ ഇനി പനിയുടെ ആണോ എന്നറിയില്ല, വായയുടെ ഉള്ളിലൊരു ചെറിയൊരു പൊളം പോലെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കാനൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പിന്നെ ഞാൻ ഇനി മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇന്ന് രാവിലെ മൊത്തം ഞാൻ കിടപ്പ് തന്നെയായിരുന്നു. കാരണം എനിക്ക് തലവേദനയാണോ എന്താണെന്ന് അറിയില്ല, അതുപോലുള്ള ഒരു പ്രശ്നമായിരുന്നു. അങ്ങനെ ഞാൻ ഒന്നും നോക്കാൻ നിന്നില്ല, ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയില്ല. ഞാൻ ഒറ്റ കിടപ്പ് അവിടെ കിടന്നു, സെറ്റീമ അവിടെ കിടന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഇവർ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ എണീറ്റത്. അപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എന്നാലും ഞാനത് കഴിച്ചു. പിന്നെ എനിക്ക് കിടക്കാൻ തോന്നിയില്ല, കാരണം പകരം അത്രയും നേരം കിടന്നതല്ലേ. പിന്നെ അവിടെ നിന്ന് എണീറ്റ് ഞാൻ ഇനി കിടന്നാൽ ശരിയാവില്ല വെച്ചിട്ട് ഞാൻ ഓരോന്ന് ചെയ്യാൻ നിന്നോട്ടെ. അപ്പോൾ ശനിയാഴ്ചയാണ് സാധാരണ ഞാൻ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാറ്. ഇപ്രാവശ്യം ശനിയാഴ്ച എനിക്ക് ഒന്നിനും പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് അതിന് ആ സൈഡിൽ മൊത്തം ഒന്ന് അടിക്കുകയും പിന്നെ നനയ്ക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇവർ നിന്ന് നോക്കുകയാണ്. ആ സൈഡിൽ പോകുമ്പോഴാണ് ഗേറ്റ്, അവിടെ ഇപ്പുറത്തെ ഗേറ്റ്. അപ്പോൾ ഈ വശം മൊത്തം പനിക്കൂർക്കുകയും പിന്നെ അതേ എൻ്റെ തുളസി കയറി വന്നിട്ടുണ്ട്. എന്നിട്ട് വേണം എനിക്ക് ആ തുളസി വലുതായിട്ട് വേണം എനിക്ക് എണ്ണ കാച്ചാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ വശം മൊത്തം പനിക്കൂർക്കുക നമ്മുടെ പാച്ചുവിന് വേണ്ടി നട്ടുപിടിപ്പിച്ചതാണ്. തോമൂനും ചാക്കോച്ചനും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ. പാച്ചുവിന് പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, സ്ഥിരം നെഞ്ചത്ത് വെക്കലും കൈയിൻ്റെ അടിയിൽ വെക്കലും അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട് പനിക്കൂർക്ക. അപ്പോൾ അതിൻ്റെ ആ തൈകളാണ് ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഒടിച്ച് കുത്തി ഇങ്ങനെ പല ചട്ടികളിലായിട്ട് വെക്കും. പിന്നെ ശ്രദ്ധിക്കാനൊന്നും നേരമില്ലാത്തത് കൊണ്ടൊക്കെ എന്താ പറയുക, വന്ന ഉഷാറൊന്നുമില്ല. എന്നാലും പിന്നെ ഞാൻ എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ അവിടേക്കൊന്ന് വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ മണി പ്ലാന്റൊക്കെ ഇപ്പോൾ താഴ്ത്തേക്കായി തുടങ്ങി, അതൊന്ന് ചുറ്റി വയ്ക്കണം. പണികൾ കുറേ ഉണ്ട്, പക്ഷേ ഒന്നിനും നേരമില്ല എന്ന് പറയില്ലേ നമ്മൾ. പിന്നെ ഈ പറയണ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും പണി മുടക്കാനായിട്ട്. ഒന്നെങ്കിൽ തലവേദനയോ അല്ലെങ്കിൽ തലചുറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. പിന്നെ പ്രായം മാറി തുടങ്ങിയില്ല, അതിൻ്റെയൊക്കെ ആയിരിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനെ ഈ വശമൊക്കെ കഴിച്ചു. അപ്പോൾ ഇപ്പം ധൈര്യമായിട്ട് ഞാൻ പുറത്തിറങ്ങാൻ കാരണം തന്നെ എന്താ വെച്ചാൽ നമ്മുടെ ചാക്കോച്ചന് പെട്ടെന്ന് ഭയങ്കര ചുമ. അപ്പോൾ ആദ്യം ഞങ്ങളവൻ ചുമക്കണുണ്ടപ്പോൾ ഇങ്ങനെ അവൻ കളിയാക്കി ചുമക്കണ പോലെ കാണിക്കും, അതാണെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ നോക്കിയപ്പോൾ കുത്തിച്ചുമ കൂടി തുടങ്ങി. അപ്പോൾ പിന്നെ വേഗം ഡാഡിയും ഡിവൈനും കുട്ടികളും കൂടിയിട്ട് ഡോക്ടറെ അടുത്ത് പോയേക്കാം. അപ്പോൾ തോമു ഇവിടെ നിൽക്കില്ല, അപ്പോൾ അതുകൊണ്ട് തോമുവിനെയും കൈ പിടിച്ചു. അപ്പോൾ അവിടെ ചെന്നിട്ട് വേഗം പോരാമെന്ന് വിചാരിച്ചു. അപ്പോൾ തോമസ് ആൻ്റണി സാറ് പറഞ്ഞു വീസിങ് കുറച്ചുണ്ട്, അപ്പോൾ അതുകൊണ്ട് നെബിലൈസ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് MMCയിലേക്ക് പോയിട്ട് അത് കഴിഞ്ഞിട്ടാണ് അവർ വന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കായിരുന്നു, പാച്ചു ഉറങ്ങായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്നു. അപ്പോൾ ഞാൻ ഡാഡിയോട് പറയാമായിരുന്നു, ഒരു മാസമായിട്ട് ഒരാൾക്ക് ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ട്, എന്താണാവോ എന്ന് പറയാമായിരുന്നു. ചില മാസങ്ങൾ അങ്ങനെയാണ്, നമുക്ക് കുറച്ച് ദിവസം ഒരു ഉഷാറായി പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഈ മാസം ശരിക്കും കുട്ടികൾക്ക് ഓരോരുത്തർക്കായിട്ട് മാറി ഓരോ അസുഖങ്ങളായിരുന്നു. ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തതിൻ്റെയാണ് മെയിനായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെയൊക്കെ മണി പ്ലാന്റ് കണ്ടു ഭയങ്കര ഉഷാറായിട്ട് വലുതായി. പക്ഷേ ഇതൊന്നും നോക്കാനോ എന്താ പറയുക അതിൻ്റെ ഭംഗി പോലെ ചെയ്യാനോ ഒന്നിനും നേരമില്ല എന്ന് മാത്രം. അപ്പോൾ ഫുൾ ടൈം ഞാൻ ബിസിനസ്സിലെ ഡാഡിയുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ നേരമില്ല എന്ന് പറയുന്നത്. അതൊരു പരാതിയല്ല, പറ്റാത്ത കാരണം. അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാവരുടെയും കയ്യിൽ കുട്ടികളാണ്. അപ്പോൾ ഒരു നിലയ്ക്കും പറ്റണില്ല. അപ്പം മുമ്പ് എൻ്റെ വീട് വന്ന് കണ്ടിട്ടുള്ളവർ ഇവരെൻ്റെ കൂടെ നിൽക്കണുണ്ട്. ഞാൻ എവിടെ പോയാലും അവർ ആ മക്കളെൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ അപ്പുറത്ത് നിന്നപ്പോൾ അവരവിടെ വന്ന് നിന്നു, ഇവിടെ വന്ന് ഇവരിവിടെ വന്ന് നിന്നു. എനിക്ക് എന്താ പറയുക, ഞാൻ എവിടെ എൻ്റെ ശബ്ദം കേട്ടാലും അവർ 3 പേരും ഒന്നും പറയാം ഒരുമിച്ച് എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടേക്കൊന്ന് പറ്റാവുന്ന പോലെ ഒന്ന് ഒതുക്കി ആ കിട്ടിയ സമയം കൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി എല്ലാം അവിടെ ഒന്ന് നനച്ചു. കാരണം കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു ഒന്ന് ഇല വെട്ടിയിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് ഇടയ്ക്കൊന്നും അത് ചെയ്തില്ലെങ്കിൽ, എനിക്ക് എൻ്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്കെന്തോ ഭയങ്കര സങ്കടം. കാരണം നമുക്ക് കുഞ്ഞു ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ അത് നടക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര സങ്കടമായിട്ട് തോന്നും. അപ്പോൾ ഈ വശത്ത് കുറേ ചട്ടികളിൽ ചെടിയൊന്നുമില്ല.
അപ്പോൾ എൻ്റെ ഇഷ്ടം എന്ന് വെച്ചാൽ വീടിൻ്റെ ഒരേ മുക്കും മൂലയും നോക്കുക, അത് ചെടികൾ പറിച്ച് വെക്കുക, അങ്ങനെയുള്ളതൊക്കെ എൻ്റെ ഇഷ്ടം. പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾക്ക് സമയം കണ്ടെത്താനായിട്ട് പറ്റണില്ല. അപ്പോൾ അതെനിക്ക് എന്തോ എപ്പോഴും ഭയങ്കര ഒരു സങ്കടമായിട്ട് തോന്നും. ശരിക്കും പറഞ്ഞാൽ അതൊരു സങ്കടമല്ല എങ്കിലും നമ്മളെന്താ പറയുക, നമുക്കതൊരു വിഷമമായിട്ട് കിടക്കും. അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പോൾ കണ്ടില്ലേ ഇവിടെ ഒന്നും ഓർഡർ അല്ലാണ്ട് കിടക്കണം. അതുപോലെ ഞാൻ എത്രയോ നാൾ, ഒരു വർഷമായി ശരിക്കും ഇത് പണിത് കയറ്റി പൊക്കത്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് വരെ നടന്നിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുണ്ട്, അതുപോലും നടക്കാണ്ടാകുമ്പോൾ ചില സമയത്ത് നമ്മൾക്ക് ഭയങ്കര സങ്കടം തോന്നും. ചില സമയത്ത് വിചാരിക്കും ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പം എന്തിനാന്ന്. അപ്പോൾ എല്ലാതും നമ്മൾ തന്നെയല്ലേ ചിന്തിക്കണതും പറയണതൊക്കെ. അപ്പം അങ്ങനെ ഇവിടെയൊക്കെ കംപ്ലീറ്റ് കഴുകി. ഞാൻ പറഞ്ഞില്ലേ ശനിയാഴ്ച എനിക്കൊന്നിനും പറ്റിയില്ല എന്ന്. ശനി ഞായറൊക്കെ എനിക്ക് എന്തോ ഞാൻ അന്ന് പറഞ്ഞ പോലെ തീരെ ഒരു മനസ്സിനും ഒട്ടും ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നൊന്നും ചെയ്തില്ല ഞാൻ. അങ്ങനെ നന കഴിഞ്ഞ് വന്നപ്പോഴാണ് ഡിമ്പിൾ പറഞ്ഞത് മമ്മി മാഷ് മരിച്ചു എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ മരിച്ചറിയിപ്പ് ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ മാഷെ അറിയണവരുണ്ടാവും, മാഷെ അവസാനമായിട്ടൊന്ന് കാണണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ ചരമ കുറി മരിച്ചറിയിപ്പ്, നമ്മൾ ക്രിസ്ത്യാനികൾ മരിച്ചറിയിപ്പ് എന്നാണ് പറയാം, അത് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നാൾ ഞാനിതുപോലെ 1-2 പേരുടെ മരിച്ചത് ഇട്ടപ്പോൾ ഒരു കുട്ടി, ഈ നെഗറ്റീവ് പറയുന്നവർ തന്നെ അവർ പറഞ്ഞു മരിച്ചവർ വെച്ചിട്ടാണോ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നത്. ഇത് കണ്ടൻറ്റ് ഉണ്ടാക്കണതല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിത് ഇടുമ്പോൾ അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് സുപ്രഭാതം ഇത് നമ്മുടെ ആ മാഷല്ലേ എന്ന് പറഞ്ഞ് ഓടി വന്ന് ഒന്ന് കാണാനോ അല്ലെങ്കിൽ വിവരം അറിയാനോ പറ്റും, ആ ആൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനോ പറ്റും. അതാണ് കേട്ടോ. ഇങ്ങനെ ഡാഡി 2 ട്രേ മുട്ട കൊണ്ടുവന്നു. അതിലൊരു ട്രേ കുറച്ച് ചിന്നിയതായിരുന്നു, വളരെ ഇങ്ങനെ പേരിനൊരു ചിന്നിയത്. അപ്പോൾ അങ്ങനെ ചിന്നിയത് ഞാൻ ട്രേയിലാക്കി, ബോക്സിലാക്കി. ഇത് 5 കുറച്ചും കൂടി കൂടുതൽ ചിന്നിയതായിരുന്നു. അപ്പോൾ അത് ഞാനെടുത്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മളുടെ പൊട്ടാത്ത മുട്ടകളൊക്കെ ഞാൻ ചെപ്പുകളിലാക്കിയിട്ട് ഞാൻ ഒതുക്കി വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ മുട്ട ട്രേയുടെ ഉള്ളിൽ, ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മൊത്തം വെക്കുമ്പോൾ മുകളിൽ ഓരോന്ന് വീഴുമ്പോൾ പൊട്ടും. അതുപോലെ നമ്മുടെ പിള്ളേർസ് ചിലപ്പോൾ തുറന്നിട്ട് ഒരെണ്ണമൊക്കെ എടുത്ത് നോക്കിയിട്ട് തിരിച്ച് വെക്കുമ്പോൾ കൂട്ടിമുട്ടി പൊട്ടും, അവർക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനാണ് ഇത് രാവിലെ കൊണ്ടുവന്നതാണ് മുട്ട, അതോ ഇന്നലെയാണാവോ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ പതുക്കെ അത് ഓരോ ബോക്സുകളിലും കാര്യങ്ങളിലൊക്കെ ആക്കി അത് ഒതുക്കി അങ്ങോട്ട് മാറ്റി വെച്ചു. കാരണം കുട്ടികളുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അറിയില്ല, അവരതിൻ്റെ ഇടയിൽ നിന്ന് ഉള്ളിൽ നിന്നൊക്കെ ട്രേയുടെ ഉള്ളിൽ നിന്നൊക്കെ മുട്ട എടുക്കുക. അപ്പോൾ ഞാൻ ഈ 3 ബോക്സിലേക്ക് മുട്ടയാക്കി വെച്ചു, പൊട്ടാത്ത മുട്ട. അപ്പോൾ ആദ്യം പൊട്ടിയ മുട്ട എടുക്കാൻ വേണ്ടി അത് ട്രേയിലാക്കി വെച്ചു. അപ്പോൾ ഈ ആഴ്ച ശരിക്കും മാർക്കറ്റിൽ പോകാത്ത കാരണം ചുവന്നുള്ളിയൊക്കെ ഇങ്ങനെ എന്താ പറയുക ശരിക്ക് കഴിഞ്ഞ് തുടങ്ങി. പക്ഷേ ഞാൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് വാങ്ങിച്ചാൽ മതി, വെറുതെ മാർക്കറ്റിൽ പോയിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മുടെ പിള്ളേരുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഡിവൈനും ഡാഡിയൊക്കെ വരാൻ കുറേ ലേറ്റായി. ഞാൻ പറഞ്ഞില്ലേ നെബുലൈസ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ലേറ്റായി. വന്നിട്ട് ഡാഡിക്ക് പിന്നെയും പോണ്ടി വന്നു. അപ്പോഴേക്കും മാഷ അവിടെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ വന്നു. അപ്പം നമ്മളെപ്പോഴും മാഷേക്കാൾ കൂടുതൽ മാഷ്ട മോനുണ്ട്, അവനോടാണ് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഉറക്കെ സംസാരിക്കുക കേട്ടോ, വയ്യാത്തൊരു മോന. അപ്പം അങ്ങനെ അവിടേക്ക് ആളും ബഹളമൊക്കെ ആയി തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നമ്മളുടെ കാര്യങ്ങൾ ബാക്കി ചെയ്യണമല്ലോ. അപ്പോൾ ക്രിസ്റ്റലിൻ്റെ ഓവൽ പുതിയത് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഈ ഓവൽ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ കണ്ടമാനുണ്ട്, പക്ഷേ ഞാൻ മുഴുവൻ എടുത്ത് കാണിക്കണില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിലത്തെ ഒന്നാണ് ഈ ഓവൽ. അപ്പോൾ ഞാൻ എന്തായാലും ഓർഡർ കിട്ടിയിട്ട് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നിങ്ങൾക്ക് കാണിക്കാമെന്ന്. ഈ സ്ക്വയറൊക്കെ നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും. ഈ ഓവൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഡബിൾ ലെയർ ആക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്, ഡബിൾ ലെയർ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്, സോറി തെറ്റി പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഒതുക്കി വെക്കുകയാണ്. ഇത് നല്ലൊരു തരം ജിമിക്കിയാണ് കേട്ടോ, ഇങ്ങനെ തിരിഞ്ഞിട്ടുള്ള ഒരു ജിമിക്കി. പണ്ട് ഡിമ്പിളിനെ എനിക്ക് തോന്നുന്നു കാര്യസ്ഥൻ്റെ സമയത്തുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ജിമിക്കി, അന്ന് പറക്കാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അന്ന് ഈ ജിമിക്കി ഇട്ടിട്ടാണ് മറ്റേ കാര്യസ്ഥല്ല പാട്ടിലും തോന്നുന്നുണ്ട് ആ ഡ്രസ്സിന് എപ്പോഴും ആ ജിമിക്കി അവിടെ ഇടാറ്. അങ്ങനെ ഇത് സ്റ്റാറിൻ്റെ ബ്രേസ്ലെറ്റ്, പിന്നെ എന്തുട്ടാ കേട്ടോ നല്ല ഭംഗിയുള്ള ബ്രേസ്ലെറ്റ് ആട്ടോ. ഒരു സ്റ്റാർ ഗോൾഡാണെങ്കിൽ അടുത്ത സ്റ്റാർ ഫുൾ AD സ്റ്റോൺസാണ്, നല്ല ഭംഗിയുള്ള ഇതാണ്. പിന്നെ വള, പേളിൻ്റെ വള എല്ലാ സൈസും വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞി ലോക്കറ്റ് ലവിൻ്റെ, കുറേ പേര് ലവിൻ്റെ ലോക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അതാണ് ഇത്. പിന്നെ നമ്മുടെ മറ്റേ നവരത്നത്തിൻ്റെ കമ്മൽ. അപ്പോൾ കുറേ ഓർഡറുകൾ ഈ നവരത്നം ബേസ് ചെയ്തിട്ട് കുറേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാച്ചുട്ടൻ ഇരുന്ന് TV കാണാണ് കേട്ടോ, ദൂരെ ഇരുന്നിട്ട് TV കാണാം. അപ്പോൾ ഞാൻ അവനെ വിളിച്ചൊന്ന് കളിപ്പിക്കണതാണ്. അപ്പോൾ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ
എന്താ പറയുക കള്ളത്തരത്തിൽ ചിരിക്കുക, ഒളിച്ച് കളിക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ കേൾക്കാത്ത പോലെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടിയും ചാടിയും ഇതിലേക്ക് പോവും. അപ്പോൾ പറ്റാവുന്ന പോലെ നമ്മളും അവരെ കളിപ്പിക്കും. അപ്പോഴേക്കും അവർ ഡ്രസ്സ് മാറി മരിച്ചോടത്തേക്കും പോവാം, പള്ളിയിലേക്കും പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ ഡ്രസ്സ് മാറി. അപ്പോൾ അതായത് ചാക്കോച്ചൻ ഞങ്ങളുടെ അടുത്തുണ്ട്. അപ്പോൾ ചാക്കോച്ചൻ പേടിപ്പിച്ച പോലെയൊന്നും പിന്നെ ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഡാഡി പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് വീസിങ് ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ ഇപ്പം അവന് പ്രശ്നമൊന്നുമില്ല. അവൻ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പേടിപ്പിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അപ്പോൾ അതേ അവർ വരുമ്പോൾ കിൻഡർ ജോയ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 പേർക്കും കൊടുത്തപ്പോൾ അതിൽ ഒരാളുടെ കാറാണിത്, ഒരാളുടെ എവിടെയാവോ കിടക്കണേ. അപ്പോൾ അത് ഡോൺ ഇത് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. ഞാനും ഡാഡിയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ചെന്ന് കൊള്ളിയാണ്. എനിക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ വായയിലൊരു ചെറിയൊരു പുളം പനീടിയാണോ എന്താണെന്ന് എനിക്കറിയില്ല. തുണ്ണാണ് വീർത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിയുമ്പോൾ ഒരു ഗ്ലാസ് പാലെടുത്ത് കുടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന്. കാരണം ഇന്ന് എന്തായാലും എനിക്കറിയാം കുറേ ലേറ്റ് ആവുന്നത്. നാളെ ഡിമ്പിളിനൊരു ഇനോഗ്രേഷൻ ഉണ്ട്. അപ്പോൾ അത് പോയിട്ട് വരുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ പോസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇന്നേ കംപ്ലീറ്റ് ആക്കി വെച്ചാലേ കാര്യമുള്ളൂ. അപ്പോൾ കുട്ടികളൊക്കെ കിടന്നു. അപ്പോൾ അവർ കിടന്നതിന് ശേഷം എന്തായാലും ലേറ്റ് ആവും. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതേ പട്ടികൾക്കൊരു ട്രിപ്പ് ഫുഡ് കൊടുത്തതാണ്. പക്ഷെ അവർക്ക് എന്തോ ഇന്ന് അത് മതിയായില്ല എന്ന് തോന്നുന്നു. കാരണം ഇടയിൽ ഞാൻ പാലൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കിടക്കണ നേരത്ത് കുറച്ചും കൂടിയും ഇറച്ചി വെച്ച് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് 2 ടൈപ്പിലാണ് കേട്ടോ. നേരത്തെ വേറെ ഇറച്ചിയാണ്, ഇതിപ്പോൾ വേറെ ഇറച്ചി വെച്ച് കൊടുക്കുക. അപ്പോൾ അവരിതേ നോക്കിയിരിക്കാം. അങ്ങനെ ഇതേ സമയം ഒരുവിധമായി. അപ്പോൾ ഞാൻ വേഗം വിചാരിച്ചു പാലെടുത്ത് വെച്ച് അത് ഒരേ ഗ്ലാസ് കുടിക്കുക. അപ്പോൾ ഡാഡി ശരിക്കും കൊള്ളി കഴിച്ചു കേട്ടോ, എനിക്കാണ് പറ്റാഞ്ഞത്. അപ്പോൾ കൊള്ളിയും നല്ലൊരു അച്ചാറും പിന്നെ കുറച്ച് സബോള ഇട്ടിട്ടുണ്ടായിരുന്നു. കൊള്ളിയിൽ മുട്ട ഇട്ടിട്ടാണ് കേട്ടോ, പൊട്ടിയ മുട്ടയും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പോൾ മുട്ട ഇട്ടിട്ടാണ് കൊള്ളി വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഡിമ്പിളാന്ന് തോന്നുന്നുണ്ട് അത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അടുക്കള കാര്യങ്ങൾ നോക്കാത്ത കാരണം എനിക്ക് ആരാണ് എന്താണ് ഏതാ ചെയ്തതെന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവരെ പരിപാടികളൊക്കെ കഴിച്ച് ഇവരെ കയറ്റുകയാണ് ഞാൻ. അപ്പോൾ 3 ആളും ഹാജരായി. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇട്ട് കൊടുത്തത് മുഴുവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില ദിവസം എനിക്ക് മനസ്സിലാവും അവർക്ക് വിശപ്പ് മാറിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ എക്സ്ട്രാ രണ്ടാമതും വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. അവർ കാരണം കഴിക്കുമ്പോൾ അവർ സുഖമായിട്ട് കഴിച്ചിട്ട് കിടന്നാലല്ലേ അവർക്കും ഒരു സുഖം ഉണ്ടാവുള്ളൂ. നമുക്ക് അങ്ങനെയല്ലേ, വയറ് വിശന്നാൽ ഉറക്കം വരില്ല. അപ്പോൾ ഞാൻ പട്ടിയായാലും ആരായാലും നമ്മളതൊക്കെ വളരെ ശ്രദ്ധിക്കും കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് അവരുടെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാണ്. കാരണം എല്ലായിടത്തും എവിടേക്ക് ഞാൻ നീങ്ങിയാലും അവരെൻ്റെ കൂടെ ഉണ്ടാവും. ഞാനൊന്ന് എൻ്റെ മുഖം ഒന്ന് പാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കറിയാതെ അപ്പോൾ എൻ്റെ മേത്ത് വന്ന് ചാടും. അപ്പോൾ ഞാൻ പാല് കാച്ചിയ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചത്. അപ്പോൾ ഒഴിക്കുമ്പോൾ ഒരു ഇളം ചൂട്ടോടുകൂടെ എന്ന് വെച്ചിട്ട് ചൂട് പാടില്ല കേട്ടോ, ഇളം ചൂട്ടോടുകൂടി ഒഴിച്ചാൽ നല്ല കട്ട തൈര് കിട്ടുമെന്ന് പറയും. അപ്പോൾ ഞാൻ സാധാരണ അങ്ങനെ ചെയ്യുക. അങ്ങനെ ഞാൻ കാപ്പി വെച്ച് ഞങ്ങൾക്ക് 2 പേർക്കുള്ള കാപ്പി അവിടെ കൊണ്ടുവന്ന് വെച്ച് അടുക്കള കംപ്ലീറ്റ് ഒതുക്കി. അപ്പോഴേക്കും സമയം ഒരുവിധമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളെ ഇനിയിപ്പോൾ പാച്ചു ക്ലാസ്സിൽ പോകണ്ടാവില്ല. പാച്ചുവിന് അമ്മയുടെ കൂടെ പോകേണ്ടി വരും. കാരണം എനിക്കും നാളെ ഒരു യാത്രയുണ്ട്. അത് ഞാൻ സർപ്രൈസാണ്, നാളെ പറയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും പോവും. അപ്പോൾ പാച്ചുവിനെയും കൊണ്ടായിരിക്കും ഡിമ്പിളും ഡാഡിയും പോവുക. അവർക്ക് രാവിലെ പോകേണ്ടി വരും, 9:30ക്കാണ് ഇനോഗ്രേഷൻ. അപ്പോൾ അങ്ങനെ ഞാൻ കിടക്കണതിന് മുമ്പ് മാഷ് അവിടേക്ക് നോക്കിയപ്പോൾ അവിടെ അപ്പോൾ കുട്ടികൾ പോയിട്ട് വന്നിട്ട് പറഞ്ഞു സന്തുവിനെ കണ്ടു, അവരെല്ലാവരോടും സംസാരിച്ചു എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും ഡാഡി നാളെ രാവിലെ പോവാം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ നാളെ നല്ല വിശേഷമായിട്ട് ഒരു സർപ്രൈസായിട്ട് ഞാൻ നാളെ വരാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.